ശരിയല്ല എന്ന് ഞാൻ പറയും. പിന്നെയാവാം, നാളെയാവാം, മറ്റന്നാളാവാം, അടുത്ത ആഴ്ച പറയാം, ഇനിയുണ്ടല്ലോ രാജ്യം വരാൻ, അപ്പോഴാവാം എന്നൊന്നും കരുതാൻ ഇസ്ലാമിക ദൃഷ്ടിയ വകുപ്പില്ല. ഏതെങ്കിലും ഒരു ബിദ്അത്തോ ഏതെങ്കിലും ഒരു ശിർക്കോ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് കരുതി ഒരു നബീന്റെ പേര് പറയുന്നത്, ഒരു സഹാബിയുടെ പേര് പറയൂ നിങ്ങൾ. തബ്ലീഗ് ജമാഅത്ത്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘങ്ങളെ ഞാൻ പറയുമ്പോൾ ആ പരിധിയിലാണ് ഞാൻ കാണുന്നത്. ഏത് പരിധിയിൽ? നാളെയാവാം, പിന്നെയാവാം, അടുത്ത ആഴ്ചയാവാം, അയാൾ ഈ അമലൊക്കെ തുടങ്ങിട്ട് എന്നിട്ടാവാം എന്ന് നിങ്ങൾ തീരുമാനിച്ചല്ലോ. ആ തീരുമാനത്തിന് നിങ്ങൾക്ക് ഇസ്ലാമിൽ എവിടെ തെളിവെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ ഒരു വിരോധ കാര്യത്തിലില്ല. നാളെയാവാം, പിന്നെയാവാം, അടുത്ത ആഴ്ചയാവാം എന്ന് തീരുമാനിച്ച ഒരു സംഭവം നബി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് നബീന്റെ പിന്തുണയുണ്ട്. ഏതെങ്കിലും ഒരു സഹാബി നാളെയാവാം മറ്റന്നാളാവാം എന്ന് തീരുമാനിച്ച ഒരൊറ്റ സംഭവം, എന്നിട്ട് ഇസ്ലാം അത് അംഗീകരിച്ച് നിങ്ങൾ കാണിച്ച നിങ്ങൾ ചെയ്യുന്നത് ശരി, ഞങ്ങളോടൊപ്പം ഉണ്ടാവും. അല്ല എങ്കിൽ ഈ പോക്ക് ഇങ്ങനെ പോകും നേരെ. മനസ്സിലായില്ലേ? 47 നമ്മളെ റൂട്ട് എക്സ്പ്രസ് ഹൈവേയിലാണ് കേട്ടോ. ട്രാക്ക് നിശ്ചയിച്ചിട്ടുള്ള റൂട്ടിലാണ് ഓരോ ട്രാക്കിലും. അതിൽ ഹെവി വണ്ടികൾക്കൊക്കെ 3rd ട്രാക്കിലൂടെ പോകാം. മനസ്സിലായോ? വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾക്ക് 3rd ഇതിലൂടെ പോകാം. ആ കൂട്ടത്തിൽ പെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്ഥാനങ്ങളൊക്കെ. അവർക്ക് ആ ട്രാക്കിൽ ഇങ്ങനെ പോകും. ഇതിങ്ങനെ അടിച്ചു വിട്ടു പോവുകയോ ഖുർആനും സുന്നത്തുമാണ് അതിന്റെ പ്രമാണം. അത് ജനമനസ്സുകളിലേക്ക് അങ്ങോട്ട് അടിച്ച് കയറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വിഷയത്തിലെ താല്പര്യം. പ്രവാചക തിരുമേനിയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് നമ്മുടെ ജനങ്ങൾ പറയും. വെറുതെ പറയും. നബീനെ ഒരർത്ഥത്തിലും അവർ സ്നേഹിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. കാരണം എന്താ? ജീവിതത്തിൽ ഒരിക്കലും റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല മുസ്ലിം ഉമ്മത്ത്. ഞാൻ ഇമാം ഷാഫിയുടെ മദ്ഹബുകാരനാണ്. ഇമാം ഷാഫി ഒളു ചെയ്ത പോലെ. ഞാൻ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ആളാ. ഇമാം അബൂ ഹനീഫ ഒളു ചെയ്ത പോലെ, റസൂൽ ഒളു ചെയ്ത പോലെ എന്നല്ല. അല്ല, നിങ്ങൾ ചോദിച്ചു നോക്ക്, നിങ്ങൾ എന്താ നെറ്റിമിൽ ഇങ്ങനെ തോണ്ടിയല്ലോ? ഒന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഈ ഹൗലിന്റെ അടുത്തോ ഇവിടെ ഒളു കിടക്കുന്ന വാട്ടർ ടാപ്പിന്റെ മുമ്പിലോ തല തടവുന്ന ഒരാൾ നെറ്റിയിൽ ഇങ്ങനെ 3 വട്ടം തോണ്ടിയ നിങ്ങൾ ചോദിച്ചു നോക്കുക, എന്താ നിങ്ങൾ അങ്ങനെ? റസൂൽ അങ്ങനെയല്ലല്ലോ. ഇവിടെ റസൂലൊന്നുമില്ല, ഞാൻ ഷാഫി മദ്ഹബുകാരനാ. അയാളെ മറുപടി. അപ്പൊ അയാൾ ഒളു ചെയ്യുന്നത് ആര് പഠിപ്പിച്ച പോലെ? അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ച പോലെയല്ല. ഖുർആൻ 5-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ തല പൂർണ്ണമായിട്ട് തടവുക എന്നാണ്. കേൾക്കാൻ തയ്യാറില്ല, അംഗീകരിക്കാൻ തയ്യാറില്ല. അല്ലെ? ഈ ഒരു പക്ഷപാതിത്വത്തെയാണ് നമ്മൾ എതിർക്കുന്നത്, മദ്ഹബിനെയല്ല. മദ്ഹബ് ഈ പക്ഷപാതിത്വത്തെ, ആ പക്ഷപാതിത്വത്തിൽ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളെ ഇത് നമ്മൾ മനസ്സിലാക്കണം. മദ്ഹബുകളും ഇസ്ലാമിക സമൂഹം എന്ന നമ്മുടെ ഇൻഷാ അല്ലാഹ് ഖുതുബ വരുമ്പോ കാത്തിരുന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഇസ്ലാമികമായി ചെയ്യുമ്പോൾ അതിന് ഇസ്ലാമിന്റെ തെളിവുകൾ വേണം, പ്രമാണങ്ങൾ വേണം. ഇസ്ലാം ഒരു കാര്യം ഇസ്ലാമാകണമെങ്കിൽ അള്ളാന്റെ സീല് വേണം, പടച്ചതമ്പുരാൻ വഹി ഇറക്കണം, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇസ്ലാം അംഗീകാരം നൽകുക. പ്രവാചകന്റെ ജന്മദിനം അതിൽപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകന്റെ ജന്മദിനം, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് നബിദിനം എന്നാണ് പറയുക. നബിദിനം എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? നബിയായ ദിനം. ഭാഷാപരമായി മാത്രങ്ങൾ പരിശോധിക്കുക. രാഷ്ട്രപതി ദിനം അല്ലേ? പ്രധാനമന്ത്രിയായ ദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഉമ്മാന്റെ കയ്യിലിരിക്കുന്ന കാലം എന്നാ അല്ല. രാഷ്ട്രപതിയായി ആര്? അബുൽ കലാം അല്ലെ? രാഷ്ട്രപതിയായി. അയാൾ രാഷ്ട്രപതിയായ ദിവസം ഒരു പക്ഷേ 60-ാമത്തെ വയസ്സിലോ 50-ാമത്തെ വയസ്സിലായിരിക്കും. അപ്പൊ രാഷ്ട്രപതി ദിനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ച ദിനം എന്നാ അല്ല. നബി ദിനം എന്ന് പറഞ്ഞാൽ നബിയായ ദിനം. അതെപ്പോഴാ? റബീഉൽ അവ്വല അല്ല, എല്ലാ മുസ്ലിങ്ങൾക്ക് അറിയാം റമദാനാ. നബിയായ ദിനം റമദാനാണ്. പിന്നെ മുഹമ്മദ് നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബിയായത് റമദാനിലാണ്. അല്ലേ? 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 ആർക്കാ അതിലെതിരെ അഭിപ്രായം? പിന്നെ റസൂൽ ജനിച്ച ദിനം, അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം, അവിടെ നബി ഇല്ല, റസൂലില്ല. നബി ജനിച്ചപ്പോ റസൂലല്ല, അത് ഈസാ നബിയാണ്. അത് ഖുർആൻ വേർതിരിച്ചു പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ തന്നെ നബിയാണെന്ന് ഈസാ നബി പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ നബിയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. 40-ാമത്തെ വയസ്സിലാണ് നബിയായത്, ഇറാഖ് വഴിയിൽ വെച്ചാ നബിയായത്, നുബുവത്ത് കിട്ടിയപ്പോ നബിയായത്, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അല്ലേ? അപ്പൊ നബിദിനം എന്ന് പറയുന്ന വാചകം തന്നെ തെറ്റാണ്. നബിദിനം എന്ന് പറഞ്ഞാൽ അത് റമദാനിലാണ് കൊണ്ടാടണ്ടേ? അത് നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആന്റെ വാർഷികമാണ്. അല്ലേ? അങ്ങനെയാണ് നമ്മൾ അതിനെ ആചരിക്കുന്നത്. അല്ലേ? അപ്പൊ നബിദിനം എന്നത് ശരിയല്ല. ആ പ്രയോഗം തന്നെ തെറ്റാണ്. ആ പ്രയോഗം തന്നെ തെറ്റാണ്. ഭാഷാപരമായി തന്നെ തെറ്റാണ് കേട്ടോ. ജനിച്ച ദിനം വേറെ,
നബിദിനം വേറെ. അത് 40-ാമത്തെ വയസ്സിലാണ്, റമദാനിലാണ്, അവസാനത്തെ 10-ലാണ്, അല്ലേ? വളരെ വ്യക്തം. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. യാതൊരു സംശയ കാര്യത്തിൽ ഒരാൾക്കില്ല മുസ്ലിം ഉമ്മത്തിന്. അവൻ നബിദിനം എന്ന